നമസ്കാരം. എൻ്റെ പേര് ഷൊഹൈബ് ഖാൻ ഹനീഫ് റാവുത്ത്. നിങ്ങൾ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെട്ട കുറേയധികം സിനിമകളുടെ ലൈൻ പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് അതിലൊരു പ്രധാനപ്പെട്ട സിനിമയായ എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട വർക്ക് എക്സ്പീരിയൻസ് കിട്ടിയ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന പടത്തെക്കുറിച്ചാണ്, അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാനിവിടെ സഫാരി ചാനലിലെത്തിയിരിക്കുന്നു. നീലാകാശത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, സമീർ താഹിറും ഞാനും ഒക്കെ മഹാരാജ് കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ശേഷം പല സിനിമകളും ഞാൻ വർക്ക് ചെയ്തു. ബോംബെയിൽ ആഡ് ഫിലിം, പല സിനിമകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേയധികം യാത്രകളൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ബേസിക്കലി ഉണ്ടായിരുന്നുകൊണ്ട് നീലാകാശം എന്ന പ്രോജക്റ്റ് സമീർ ഫൈനലൈസ് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ഹാഷിർ സ്ക്രിപ്റ്റ് സമീറിനെ പ്രസൻറ്റ് ചെയ്തു. ദുൽഖർ ഇത് കേട്ടു. ദുൽഖർ ഈ പ്രോജക്റ്റിലേക്ക് ഇന്നായി. ശേഷം പിന്നെ ഈ സിനിമ ഈ പറഞ്ഞ പോലെ 8-9 സംസ്ഥാനങ്ങളിലോളം ഷൂട്ട് ചെയ്യേണ്ട സിനിമയാണ്. അപ്പോൾ അതിനൊരു പ്രൊഡ്യൂസർ കം ഫണ്ട് ചെയ്യാനുള്ള വ്യക്തി വേണമായിരുന്നു. അങ്ങനെ സമീറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന, നീലാകാശത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന, നമ്മുടെ ഗപ്പി അമ്പിളിയൊക്കെ ഡയറക്റ്റ് ചെയ്ത, രോമാഞ്ചത്തിൻ്റെ പ്രൊഡ്യൂസറായ ജോൺ പോൾ ജോർജ് ആണ് CV സാരഥി എന്ന് പറഞ്ഞ E4 എൻ്റർടൈൻമെൻറ്റ് വൺ ഓഫ് ദ പാർട്ട്ണറിനെ നമ്മളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് പോവുകയും അങ്ങനെ മുകേഷ് ആർ മേത്തയുടെ E4 എൻ്റർടൈൻമെൻറ്റും സമീർ താഹിറിൻ്റെ ഹാപ്പി അവേഴ്സ് എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് നീലാകാശം നിർമ്മിക്കുന്നത്. അതിൻ്റെ ചുമതലക്കാരനായിട്ട് ഞാൻ അതിലേക്ക് വരികയും ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സിനിമ ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ കൊണ്ട് എനിക്ക് ലഭിച്ചത്. അതും ഇത്രയധികം നാടുകളിൽ ഷൂട്ട് ചെയ്യുക, ഇത്രയധികം പല കൾച്ചറിലുള്ള ആൾക്കാരെ കാണുക, അവരുമായിട്ടുള്ള ഒരു വൈബ് ഉണ്ടാക്കുക. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ ഒരു 38 പേരുടെ ടീമാണ് കേരളത്തിൽ നിന്ന് ഒരു കോർ ഇതിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് പോയത്, പല വിങ്ങുകളിലുള്ളവർ. ഇവരെല്ലാം തമ്മിലൊരു ബ്രദർഹുഡ് ഉണ്ടാകുക. അത് ശരിക്കും പറഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് നീലാകാശം എന്ന സിനിമ എനിക്കും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നൽകിയത്. ബേസിക്കലി ഒരു ബൗണ്ടഡ് സ്ക്രിപ്റ്റ്, ഒരു 90-95% കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഹാഷിർ റെഡിയാക്കിയിരുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ ചർച്ചകൾ ചെയ്യുക. പിന്നെ ഈ നമുക്കറിയാമല്ലോ, ഈ പടത്തിലുള്ള ദുൽഖറിൻ്റെ കഥാപാത്രമാണെങ്കിലും സണ്ണിയുടെ കഥാപാത്രമാണെങ്കിലും നായികയാണെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ബാക്ക്ഡ്രോപ്പിലുള്ള ക്യാമ്പസും അതിലെ ലവ് സ്റ്റോറിയും ഒക്കെയാണ്. അപ്പോൾ ഹാഷിർ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ്, നമ്മുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ലൈൻ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള സുനിൽ ശ്രീനിവാസൻ കണ്ണൂരുള്ള, പിന്നെ കോഴിക്കോടുള്ള ഒരു അബ്ദുൽ ഹമീദ്. ഇവർ 2 പേരും ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രോഡക്ട്സ് ആണ്. അവർ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു. ബേസിക്കലി ഇവരൊക്കെ റൈഡേഴ്സ് ആണ്, സർഫേഴ്സ് ആണ്. പിന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർ, ഈ തവാങ്ങിലും ഈ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും, മണാലി ആണെങ്കിലും ഈ രാജസ്ഥാനിലെ ജയ്സൽമേർ ആണെങ്കിലും പലയിടത്തും ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഈ സുഹൃത്തുക്കളൊക്കെ എനിക്കും കൂടി അവർ ഷെയർ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഫിക്സായി. ബാക്കിയുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മൾ റെക്കി എന്ന് പറയുന്ന ടേമുള്ള ലൊക്കേഷൻ ഹണ്ടിന് വേണ്ടി ഞങ്ങളൊരു ബേസിക് കോർ ടീം ആയിട്ടുള്ള ഡയറക്ടർ സമീർ താഹിർ, ഹാഷിർ റൈറ്റർ, ഞാൻ, പിന്നെ ചീഫ് അസോസിയേറ്റ് ജോൺ പോൾ ജോർജ്. ആക്ച്വലി ആദ്യമേ ഇതിന് ഷൈജു ഖാലിദിനായിരുന്നു DOP ആയിട്ട് സമീർ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഷൈജു തിരക്കായതിൻ്റെ പുറത്താണ് ഗിരീഷിൻ്റെ ഫസ്റ്റ് പടമാണിത്. ഞങ്ങളങ്ങനെ 5 പേരും കൂടി പോയി നാഗാലാൻഡിൽ വിസിറ്റ് ചെയ്തു. ശേഷം വെസ്റ്റ് ബംഗാളിലുള്ള പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി കണ്ടു. നമ്മുടെ ടാഗോറിൻ്റെ ശാന്തിനികേതനിൽ പോയി നമുക്ക് ആ ഗ്രാമമൊക്കെ കിട്ടണമായിരുന്നു. ഒരു കൽക്കട്ടയ്ക്ക് അടുത്തുള്ള ഗ്രാമങ്ങൾ, നോർത്ത് ഈസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ബോർഡറിലുള്ള ആ പ്രാന്തപ്രദേശങ്ങളൊക്കെ വേണമായിരുന്നു. അങ്ങനെ ശാന്തിനികേതനിൽ പോയി. ശാന്തിനികേതനും സാറ്റിസ്ഫൈഡ് ആയില്ല. പക്ഷെ നമുക്ക് സിലിഗുഡി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലെ ഒരു 2ാമത്തെയോ 3ാമത്തെയോ ടൗണൊക്കെ ആയിരിക്കും. കൽക്കട്ട കഴിഞ്ഞാൽ പിന്നെ ഒരു നഗരമായിരിക്കും സിലിഗുഡി. അതാണ് ഇന്ത്യയുടെ നെക്ക്, നോർത്ത് ഈസ്റ്റിലേക്കുള്ള നെക്കാണ്. അവിടെ നിന്നാണ് ഈ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മൾ സിലിഗുഡിയിൽ നിന്നാണ് പാസ് ചെയ്ത് പോകുന്നത്. സിലിഗുഡി ആക്ച്വലി നമുക്ക് പല രീതിയിലും ഗുണപ്പെട്ട ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു. പല നമുക്ക് വേണ്ട സാധനങ്ങളും സിലിഗുഡിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ശരിക്കും സിലിഗുഡിയിൽ ഒരു എയർപോർട്ടുണ്ട്. അത് ഇന്ത്യയിലെ ഡിഫൻസിൻ്റെ അണ്ടറിലുള്ളതാണ്, ബാഗ്ഡോഗ്ര എയർപോർട്ട്. അവിടെ പോയി ഇറങ്ങി. അവിടുന്ന് കർഷോങ്,
സിക്കിം റൂട്ടിലുള്ള കാലിംപോങ്, പിന്നെ സിലിഗുഡി ടൗണ്, അങ്ങനെ പല ഏരിയകളും. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ കൽക്കട്ടയിൽ വന്നു. കൽക്കട്ടയിൽ നമ്മൾ ഹൗറ ബ്രിഡ്ജൊക്കെ ഓൾറെഡി നമ്മൾ പാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഹൗറ ബ്രിഡ്ജ്, പിന്നെ അവിടെയുള്ള സ്ട്രീറ്റുകളിലുള്ള കൽക്കട്ടയുടേതായിട്ടുള്ള ആംബിയൻസ്, അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുത്തത് വേറൊരു ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് ഒറീസയിലെ പുരിയിലെ ബീച്ചും റോഡും എല്ലാം ഭയങ്കര പീസ്ഫുള്ളാണ്. അവിടെയാണ് മറ്റേ സർഫിംഗ് ഫെസ്റ്റിവലും മറ്റുമൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ അടുത്ത ലൊക്കേഷൻ ഹണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആന്ധ്രയിലെ അറക്കു വാലിയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഇൻ ബിറ്റ്വീൻ പല സ്ഥലങ്ങളും നമ്മൾ ഇതിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഷോട്ട്സ് ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അറക്കു വാലി ആണെങ്കിൽ കുറേയധികം നല്ല വലിയ തെലുങ്ക് പടങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു രസമുള്ളൊരു സ്ഥലമാണ്. അതിനും വേറൊരു ജോഗ്രഫിക്കൽ ഫീലുള്ളൊരു സ്ഥലമാണ്. പിന്നെ കർണാടകയിൽ ബാംഗ്ലൂർ, പിന്നെ നമ്മുടെ വയനാട്, അങ്ങനെ പല സ്ഥലങ്ങളിലാണ് നമ്മൾ ഇനിഷ്യലി ഫസ്റ്റ് റെക്ക് ചെയ്യുന്നത്. ഒരു റെക്കി മാത്രമല്ല ചെയ്തത്, സെക്കൻഡ് ടൈം ഞാനും ഹാഷറും കൂടി പോയിട്ട് ഈ സർഫിംഗ് ഫെസ്റ്റിവലിന് അവിടെ നടത്തുന്ന അവിടുത്തെ തന്നെ ഗവൺമെൻറ്, ഒറീസ ഗവൺമെൻറ്റും അതിനോടൊപ്പം തന്നെയുള്ള ഒരു മിസ്റ്റർ സഞ്ജയ് സാമന്ത്രെ എന്ന് പറയുന്നൊരു കക്ഷിയാണ്. പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഈ സർഫിംഗ് ഫെസ്റ്റിവൽ നടത്തുന്നത്. പുള്ളിയിലേക്ക് പോയി അവരുമായിട്ടുള്ള പെർമിഷൻ എല്ലാം നമ്മൾ എഴുതി മേടിച്ചു. അതുപോലെ തന്നെ കൊണാർക്ക് ടെമ്പിള്, നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഡൽഹിയിൽ നിന്ന് നമ്മളതിൻ്റെ പെർമിഷൻ എടുത്തു. അങ്ങനെ ഒരു 2 പ്രാവശ്യം ആ റെക്കിങ് കഴിഞ്ഞ് തേർഡ് റെക്കിക്ക് ചെറിയ ചെറിയ സീൻസിന് കിട്ടാനുള്ള ലൊക്കേഷൻസിന് ഞാൻ ഗിരീഷും കൂടെ പോയി. അങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ ഹണ്ട് ഈ പടത്തിന് പ്രീ പ്രൊഡക്ഷനായിട്ട് കവർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പടത്തിലെ ക്യാരക്ടറാണല്ലോ നമ്മുടെ കാസിമിൻ്റെ ബുള്ളറ്റും സുനിയുടെ ബുള്ളറ്റും. ഇത് രണ്ടും ഇതിലൊന്ന് നമ്മുടെ എൻ്റെ കൂടെയുള്ള ഞാൻ പറഞ്ഞ അബ്ദുൽ ഹമീദിൻ്റെ ബുള്ളറ്റാണ്, പിന്നെ ഒന്ന് സുനിലിൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഇത് രണ്ടും തിരുവനന്തപുരത്ത് ഒരു വർക്ക്ഷോപ്പിലാണ് നമ്മളതിനെ മോഡിഫൈ ചെയ്തെടുത്തത്. ഒരു ദിവസം ഞങ്ങൾ ദുൽഖറിനായിട്ട് ഡിസ്കഷന് സമീറും ഒക്കെ ആയിട്ട് അവരുടെ വീട്ടിലെത്തിയപ്പോൾ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് മമ്മൂക്ക പുള്ളി ഏതോ ഫോറിൻ കൺട്രിയിൽ നിന്ന് മേടിച്ച ഒരു റൈഡിങ് ബൂട്ട്സ് സമീറിനെ കൊണ്ട് കാണിക്കുകയും ഇത് പറ്റുമോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്തു. ആക്ച്വലി പുള്ളിയെ പോലൊരു കക്ഷി, പുള്ളിയുടെ പടം അല്ലാഞ്ഞിട്ട് പോലും ഒരു സിനിമയോടുള്ളൊരു സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കുന്നത് കാണാൻ ഇടയായി. അതിനുശേഷം പിന്നെ നമ്മൾ എങ്ങനെയാണോ ഈ സിനിമ പ്രേക്ഷകൻ കണ്ടത്, ശരിക്കും അതിൻ്റെ നേരെ എതിരായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നത്. ആക്ച്വലി നമ്മൾ ഫാർ എൻഡ് ഓഫ് ദ ഇന്ത്യ, അതായത് നോർത്ത് ഈസ്റ്റിലെ നാഗാലാൻഡിലെ കൊഹിമയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് ഷെഡ്യൂള് കൊഹിമയിലൊരു 8 ദിവസം ഷൂട്ട് ചെയ്ത്, പിന്നെ ഈ പറഞ്ഞ സിലിഗുഡി, സിക്കിം, കർഷോങ് ഏരിയയിൽ നിന്ന് സെക്കൻഡ് ഷെഡ്യൂൾ വയനാട് വരെ എത്തുന്നതായിട്ടാണ് ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നത്. അത് നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഒരു എളുപ്പത്തിനും പിന്നെ ചാർട്ടിങ്ങിനെ ഗുണപ്പെടുത്താനും, പിന്നെ ഓരോ ഇപ്പോൾ സർഫിംഗ് ഫെസ്റ്റിവലും ഈ ഹോൺബിൽ ഫെസ്റ്റിവലും ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ടൈമിങ് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അത് ആ സംഘാടകർ വെച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആക്ച്വലി വയനാടാണ് സെക്കൻഡ് ഷെഡ്യൂൾ വന്ന് എൻഡ് ചെയ്യുന്നത്. പക്ഷേ സിനിമയിൽ നമ്മൾ തുടങ്ങുന്നത് വയനാട് മുതലാണ് തുടങ്ങുന്നത്. മൊത്തം പടത്തിൻ്റെ ഡേയ്സ് ഓഫ് ഷൂട്ട്, അതായത് ഈ പറഞ്ഞ ഇത്രയും സ്റ്റേറ്റുകളിലും കേരളത്തിലുണ്ടായിരുന്ന ലാസ്റ്റ് ഷെഡ്യൂളും എല്ലാം കൂടി ഉൾപ്പെടെ ഒരു 80 days ആണ് ടോട്ടൽ ഡേയ്സ് ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ആദ്യം നമ്മുടെ കാസി ബുള്ളറ്റിൽ വരികയും സുനി പുള്ളിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. അവിടുന്നാണ് അവരുടെ ഒരു സൗഹൃദത്തിൻ്റെ ഊഷ്മളതയും മറ്റുമൊക്കെ ആ പാട്ടിൽ കൂടിയാണ് റിവീലായി വരുന്നത്. അത് നമ്മൾ ഷൂട്ട് ചെയ്തത് വയനാട് മേപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേജർലി ഷൂട്ട് ചെയ്തത്. പിന്നെ വയനാട്ടിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്കുള്ള മൈസൂർ റൂട്ടിലും ഒക്കെയുള്ള പല പ്രദേശങ്ങളിലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ അവരുടെ കൂടെ വന്ന് കയറുന്ന സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ ട്രക്കിംഗ് ഫ്രണ്ട്സ് മറ്റുമൊക്കെയുള്ള അവരുടെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറേ ട്രക്കിംഗ് ഷോട്ട്സും മറ്റുമൊക്കെ ആ പാട്ടിലുണ്ട്. അത് നമ്മൾ ഈ മേപ്പാടിക്ക് അടുത്ത് തന്നെയുള്ള 900 കണ്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടേക്കൊക്കെ നമ്മൾ ഓഫ് റോഡൊക്കെ ആയിട്ടാണ്, ഓഫ് റോഡൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ ജീപ്പുകൾ, ഓഫ് റോഡിൽ മാത്രം പോകുന്ന ജീപ്പുകളിൽ ക്യാമറ, എക്യുപ്മെൻറ്റ്സ്, ആർട്ടിസ്റ്റ്, നമ്മൾ ക്രൂവ് എല്ലാവരും ഈ പറഞ്ഞ പോലെ ജീപ്പിലൊക്കെ പോയി ഈ പറഞ്ഞ രസമുള്ള വയനാടിൻ്റെ ആ കാനന ഭംഗിയിൽ കൂടിയൊക്കെ ഗിരീഷിൻ്റെ ക്യാമറ ഒപ്പിയെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു ആ പാട്ട് മുഴുവൻ. നെക്സ്റ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ഈ സിനിമയുടെ ഒരു ഓർഡറിലാണ് പറഞ്ഞു പോകുന്നത്. ബാംഗ്ലൂരിൽ ആണ് ഇവർ എത്തിച്ചേരുന്നതും അവിടെ സണ്ണിയുടെ ക്യാരക്ടറിൻ്റെ
ബർത്ത്ഡേ ആഘോഷിക്കുന്നതും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ബാംഗ്ലൂരിൻ്റെ ഒരു നൈറ്റ് ലൈഫും അതിൻ്റെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വൈബും ഒക്കെ ആയിരുന്നു നമുക്ക് ആവശ്യമുള്ളത്. അതിനുവേണ്ടിയുള്ള നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ പെർമിഷൻ എടുത്തായിരുന്നു, പോലീസിന്റെ പെർമിഷനും മറ്റുമൊക്കെ എടുത്തായിരുന്നു. നമുക്കൊരു നൈറ്റ് ക്ലബ്ബ് വേണമായിരുന്നു. നൈറ്റ് ക്ലബ്ബ് നമുക്ക് ബാംഗ്ലൂർ തന്നെയുള്ള ഒരു അഡ്വക്കേറ്റ് ഇല്യാസ് എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്. പുള്ളി കോൺഗ്രസിന്റെ ഒക്കെ ഒരു ലീഡറാണ്. പുള്ളിയാണ് നമുക്ക് ഈ സോൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയൊക്കെ, പുള്ളിയുടെയാണ് ഈ നൈറ്റ് ക്ലബ്ബായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് ഈ സുനിയെ വിളിച്ചുകൊണ്ട് കാസി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നതാണ് ഏർലി മോർണിംഗ് ആയിട്ട് പിന്നെ കാണിക്കുന്നത്. അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എയർപോർട്ട് റൂട്ടിലേക്ക് പോകുന്ന വഴി അവിടെയാണ് കുറെ ബൈക്കേഴ്സിന് ആവശ്യമുണ്ടായിരുന്നു. അത് നമുക്ക് ജോവിൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബാംഗ്ലൂരുള്ള ഒരു ഈ ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് ഈ പടത്തിന് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് പല ഏരിയകളിലും. അങ്ങനെ ബൈക്കേഴ്സ് വന്നു, പിന്നെ കുറച്ച് സ്കേറ്റിങ്ങിന്റെ പിള്ളേരെ ഷൂട്ട് ചെയ്തു. ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് ഈ പടത്തിനെ, ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. നമ്മളെല്ലാം എത്ര മണിക്ക് കിടന്നാലും, ഇപ്പം നമ്മൾ 12 മണിക്ക് കിടന്നാലും 2 മണിക്ക് കിടന്നാലും ഏർലി മോർണിംഗ് ഒരു നമ്മൾ റെഡിയാണ്. സൺറൈസ് ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ ഫുൾ ക്രൂ ഫ്രഷ് ആയിട്ട് റെഡിയായിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സൺറൈസും സൺസെറ്റും ഷൂട്ട് ചെയ്ത വൺ ഓഫ് ദ ഫിലിം NPCB ആയിരിക്കാനാണ് സാധ്യത. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995444222. ബാംഗ്ലൂരിൽ നിന്ന് ഇവര് യാത്ര തുടങ്ങി പിന്നെ എത്തുന്നത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണത്ത് കൂടി അവര് ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നതും അന്തർവാഹിനിയുടെ അടുത്തുകൂടി നടന്നു പോകുന്നതും ഒക്കെ ആണ് നമ്മൾ കാണിച്ചത്. അപ്പം വലിയ വലിയ തെലുങ്ക് പടങ്ങൾ ഒക്കെ ചെയ്യുന്ന സത്യനാരായണനാണ് നമുക്ക് അവിടെ വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നത്. വിശാഖപട്ടണത്തും ഉണ്ടായിരുന്നു. പിന്നീട് ശേഷം വേറൊരു ലൊക്കേഷനിലും അങ്ങനെ ഒരു പുള്ളിയുടെ ഹെൽപ്പോട് കൂടിയാണ് നമ്മളത് വർക്കൗട്ട് ആക്കിയത്. പിന്നെ അതിനുശേഷം ഇവര് സിനിമാറ്റിക്കലി പറയുമ്പം നമ്മൾ ഫോറസ്റ്റ് റോബേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കുന്നത് സിനിമയിൽ. അപ്പം അത് കാണിക്കുന്നത് സിനിമാ പ്രകാരമായിട്ട് ആന്ധ്രയ്ക്കും ഒറീസയ്ക്കും പോകുന്ന വഴിക്കുള്ള ഒരു പ്രദേശമായിട്ടാണ്. ആക്ച്വലി നമ്മളത് 3rd ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് എറണാകുളത്തെ അമ്പലമുകൾ ഏരിയയിലാണ് അത് ചീറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തത്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തത് മാഫിയ ശശിയാണ്. പിന്നെ ഇവരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പം ബൈക്ക് റൈഡേഴ്സ് അവിടേക്ക് എത്തുന്നു. അത് ഒരുമാതിരിപ്പെട്ട നമ്മുടെ വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളൊക്കെയാണ് റൈഡേഴ്സ് ആയിട്ട് അഭിനയിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ സിനിമയിൽ കാണിക്കുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പരിസരത്തിലേക്ക്, ആ ആംബിയൻസിലേക്ക് ഈ ബൈക്കേഴ്സും ദുൽഖറും സണ്ണിയും ഒക്കെ വരുന്നതാണ് ബൈക്കിൽ. ഭയങ്കര രസമുള്ള, നമ്മുടെ ഫസ്റ്റ് പോസ്റ്ററിൽ പോലും വന്നിട്ടുള്ള ആ ലുക്കാണ്. അങ്ങനെ പുരിയിലേക്കുള്ള എൻട്രി ആണ് കാണിക്കുന്നത്. പുരിയിൽ നമ്മൾ അതും ഈ പറഞ്ഞ പോലെ ഏർലി മോർണിംഗ് നമ്മൾ ഇവിടുന്ന് കൊണാർക്കിലാണ് നമ്മുടെ അക്കോമഡേഷൻ. ഒറീസ ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ അക്കോമഡേഷനിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. കൊണാർക്കിൽ നിന്ന് പുരിയിലേക്ക് തന്നെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പം പുരിയിലെത്തി അത് ഷൂട്ട് ചെയ്തു. അവിടെ നമ്മളെ പ്രൊഡക്ഷനിൽ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഒഡിയ സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ശേഷം നമ്മൾ അത് കഴിഞ്ഞിട്ട് അവര് പുരിയിൽ എൻട്രി ചെയ്തിട്ടാണ് പിന്നെ ഈ സർഫിംഗ് ഫെസ്റ്റിവൽ. അത് ഭയങ്കര രസമുള്ളൊരു എന്താ പറയുന്നത്, നമുക്കൊരു ചിൽ ഔട്ട് മൂഡിൽ ഷൂട്ട് ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഈ സർഫിംഗ് ഫെസ്റ്റിവൽ. സർഫിംഗ് ഫെസ്റ്റിവലിൽ ഇവര് വരുന്നു, പങ്കെടുക്കുന്നു. അതിൻ്റെ ഒരു കളറ്, അതിൻ്റെ ഒരു വൈബ്രൻസ്, പിന്നെ വേവ്സ്, കടലിലെ വേവ്സ്. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഗോവയെക്കാട്ടിലും ഒക്കെ മനോഹരമായ ബീച്ചുകൾ, വേറൊരു മൂടാണ് ഉള്ള ഒരു സ്ഥലമാണ് പുരി. ഭയങ്കര ശാന്തമാണ്. റോഡുകൾ ഭയങ്കര തണലുള്ള റോഡുകളാണ്. ഈ ഒറീസയില് പുരിയിലും ഈ കൊണാർക്കിന്റെ ഇടയ്ക്കുള്ള റോഡുകളിൽ കൂടെ ഷൂട്ട് ചെയ്ത് നമുക്ക്, അതായത് അതൊരു ട്രിപ്പായിപ്പോയി. അത്ര രസമായിരുന്നു. ഗിരീഷിനും സമീറിനും ഒക്കെ ആ ട്രിപ്പിലായിപ്പോയി. ഏതാ പറയുന്ന ഒരു മൂഡ്, ഷൂട്ട് ചെയ്തിട്ടും മതിയാവാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഒറീസയിലെ ആൾക്കാരും ഭയങ്കരമായിട്ട് കോപ്പറേറ്റീവ് ആയിരുന്നു.
ഇതിനു മുമ്പ് തന്നെ ഇപ്പം നമ്മളെല്ലാം കൂടി കോർ ഗ്രൂപ്പ് റെക്കിക്ക് പോയപ്പോൾ ലൊക്കേഷൻ ഹണ്ടിന് പോയപ്പോൾ സ്ക്രിപ്റ്റിലുള്ള ഒരു സീൻ നിങ്ങൾക്കെല്ലാം അറിയാം. അവരൊരു ഗെയിം കളിക്കുന്നത്, ഒരു ഓട്ടോറിക്ഷയിൽ പോയിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് ഈ ബൈക്കേഴ്സും സണ്ണി വെയിനും ദുൽഖർ സൽമാനും ഒക്കെ ഇറങ്ങിപ്പോകുന്നു. എന്നിട്ട് കാടിന്റെ പുറത്തേക്ക് ആദ്യം വരുന്ന ആളാണ് വിന്നർ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കുന്നുണ്ടല്ലോ. അതിനിടയ്ക്കാണ് ഈ ഇഷിത എന്ന് പറഞ്ഞ സർഫിംഗ് ഗേളുമായിട്ടുള്ള പ്രണയം, അവൾക്ക് കാസിയോട് പ്രണയമൊക്കെ നടക്കുന്നത് ഈ ഇതിനിടയ്ക്കാണ്, ഈ സർഫിംഗ് ഫെസ്റ്റിവലിന്റെ ഇടയ്ക്കാണ്. അപ്പൊ ഈ കാർഡ് ആഷിർ എഴുതിയ, നേരത്തെ നമ്മൾ റെക്കിക്ക് പോകുമ്പോൾ ആഷിർ എഴുതിയത് വെച്ചിട്ട് ഈ നമ്മൾ സർഫിംഗ് ഫെസ്റ്റിവലിൽ നടക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലൊരു കാട്, അതായത് ഇവർക്ക് ഈ ചൂളമരത്തിന്റെ ഒക്കെ ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അതിലാണ് മറ്റേ ബഗി, മറ്റേ ദുൽഖറും ഇഷിതയും കൂടി ബഗി റൈഡൊക്കെ നടത്തുന്നത്. അപ്പൊ അതും നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ലൊക്കേഷൻ ഹണ്ടിന് പോയപ്പോൾ കണ്ടെത്തിയ ഒരു സ്ഥലമാണ്. എല്ലാം നമുക്ക് അടുത്തടുപ്പിച്ച് കിട്ടിയെന്ന് തന്നെ പറയാം. പുരി വിട്ടതിന് ശേഷം ദുൽഖറും സണ്ണിയും നമ്മുടെ ഖാസിമും സുനിയും എത്തുന്നത് ബിമൽദായുടെ ഗ്രാമത്തിലാണ്. നമ്മൾ കാണിക്കുന്നത് കൽക്കട്ടയുടെ അടുത്തെത്തുന്ന ഒരു ഗ്രാമമായിട്ടാണ് ബിമൽദായുടെ ഗ്രാമം, ബിമൽദായുടെയും മകൾ ഗൗരിയുടെയും ഗ്രാമം. ആക്ച്വലി നമ്മളിത് ഷൂട്ട് ചെയ്തത് ആന്ധ്രയിൽ ഈ വൈശാഖപട്ടണത്തിൻ്റെ അവിടുന്ന് ഒരു 150 കിലോമീറ്റർ അപ്പുറമുള്ള അരക്കു വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അരക്കു വാലി ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു രസമുള്ളൊരു സ്ഥലമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ആ നാട്ടുകാർ തന്നെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടും ക്രൗഡായിട്ടും ഒക്കെ സഹകരിച്ചതും മറ്റുമൊക്കെ. ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് അവിടെ. ഈ പറഞ്ഞ പോലെ വേറൊരു കോമഡി ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിനിമയുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒലക്ക കൊണ്ട് അരി ഇടിക്കുന്ന കുറേയധികം സീക്വൻസുകളുണ്ട് ഗ്രാമത്തിലുള്ള സ്ത്രീകൾ. അത് കണ്ടിട്ടാണല്ലോ കാസിമും സുനിയും കൂടി ഒരു വെൽഡറെ വെച്ചിട്ട് സ്കൂട്ടറിൽ നിന്ന് അരി ഫ്ലോർ ഉണ്ടാക്കാവുന്ന ഒരു എൻജിനീയറിങ് സ്കില്ല് കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ദിൽജിത്ത് എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറായിരുന്നു പുള്ളി, പ്രൊഡക്ഷൻ ഡിസൈനർ. പുള്ളി കേരളത്തിൽ നിന്ന് 2 ഡസൻ ഒലക്ക ട്രെയിനിൽ അരക്കുവാലിയിലേക്ക് വിശാഖപട്ടണത്തേക്ക് കൊടുത്തു വിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഒലക്ക ഇന്ത്യൻ റെയിൽവേയുടെ ഗംഭീര പ്രകടനം കാരണം എത്തിയത് ആസാമിലെ ഗോഹട്ടിയിലാണ്. നമ്മുടെ മുമ്പിൽ തിരിച്ച് ഗോഹട്ടിയിൽ നിന്ന് എത്തിയിട്ട് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ആ ഗ്രാമത്തിൽ തന്നെ 10-200 ഒലക്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഒലക്ക സോൾവായി. അപ്പം ബിമൽദായുടെ ഗ്രാമത്തിൽ കാസിയും സുനിയും ജീവിക്കുകയും ഗ്രാമത്തിനെ അടുത്തറിയുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് സുനിക്ക് ഗൗരിയോട് പ്രണയം, 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം ഉടലെടുക്കുന്നത്. പിന്നെ സുനിയാണ് ഇവരുടെ ഫ്ലാഷ് ബാക്ക് ഗൗരി ട്രിക്കിൽ റിവീൽ ചെയ്യുന്നത്. അത് ക്യാമ്പസിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നമ്മുടെ കുറേ കോളേജുകൾ നമ്മൾ നോക്കിയായിരുന്നു അതിന് വേണ്ടി. ആക്ച്വലി നമ്മുടെ ആഗ്രഹം ഇവരൊക്കെ പഠിച്ച തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഷൂട്ട് ചെയ്യണമെന്നായിരുന്നു. എന്തോ കാരണവശാൽ അവിടെ എന്തോ സ്ട്രൈക്കോ അങ്ങനെ എന്തോ പ്രോബ്ലം ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടിയില്ല. പിന്നെ കോട്ടയം CMS കോളേജ്, കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജ്, ശ്രീകൃഷ്ണ കോളേജ്, അങ്ങനെ പല സ്ഥലങ്ങളിലും നോക്കി. പക്ഷേ നമുക്ക് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് കറക്റ്റായിരുന്നു. അതിൻ്റെ ഹോസ്റ്റൽ അതിനോട് ചേർന്ന് തന്നെയായിരുന്നു അതിൻ്റെ ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റലായിട്ട്. പിന്നെ ലേഡീസ് ഹോസ്റ്റലും എല്ലാം നമുക്ക് അവർ നല്ല രീതിയിൽ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ച് അതിൻ്റെ പെർമിഷൻ നമുക്ക് അലോട്ട് ചെയ്തു. പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്നത് അസിയും ഖാസിയും കൂടെയുള്ള ഫസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലവ് ഉണ്ടാകുന്നൊരു ഇതാണ്. നാഗാലാൻഡിൽ നിന്ന് വന്ന അസി എന്ന നായിക, നമ്മുടെ പടത്തിലെ സുർജാബാല എന്ന് പറഞ്ഞൊരു നടിയാണ് അത് ആ വേഷം കൈകാര്യം ചെയ്തത്. അങ്ങനെ തൃശ്ശൂർ കളക്ട്രേറ്റ് ഇരിക്കുന്ന അയ്യന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോലീസിൻ്റെ ലാത്തി ചാർജും ജലപീരങ്കി പ്രയോഗവും ഒക്കെ ആയിട്ട് സ്റ്റുഡൻസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ജലത്തിൻ്റെ അംശങ്ങൾ വന്ന് വീഴാതെ ദുൽഖറിൻ്റെ ക്യാരക്ടർ ബാക്ക് കൊണ്ടിങ്ങനെ തടഞ്ഞു നിർത്തുന്ന ഭയങ്കര രസമുള്ളൊരു സീക്വൻസാണ്. അവർ തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്റ്റും ഒരു പ്രേമം മുട്ടിടുന്ന പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ നിന്നും തൃശ്ശൂർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പോലീസുകാരെ വിട്ടുതരുന്ന കാര്യത്തിലാണെങ്കിലും ഈ ജലപീരങ്കി വിട്ടുതരുന്ന കാര്യത്തിലാണെങ്കിലും പല പെർമിഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ
അത് അവർ ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജ് ക്യാമ്പസിൽ അടി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗുണ്ട വരുന്നുണ്ട്, വെണ്ടർ എന്ന് വേണ്ട പേരിൽ. ആ സീനൊക്കെ നൈറ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കോളേജിലെ ആൾക്കാർ നമുക്ക് നല്ല രീതിയിൽ പെർമിഷനൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ അവിടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഒച്ചയും ബഹളങ്ങളും ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്ന് പക്ഷേ നമ്മുടെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ കൂടെയുള്ള സുനിലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം എൻ്റെ കൂടെയുള്ള വേറെ വയനാട്ടിൽ നിന്ന് തന്നെ എൻ്റെ കൂടെ പ്രൊഡക്ഷനിലുള്ള ജാസി, ആദ്യത്തെ സിനിമയാണ് പുള്ളിയുടെയും. അപ്പോൾ ഞാൻ പുള്ളിക്ക് കുറച്ച് കേക്ക് മേടിക്കാനും പൂത്തിരിയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പൈസ കൊടുത്തു. ഞാൻ അവൻ്റെക്ക് പ്രത്യേകം പറഞ്ഞിടാ, പൂത്തിരിയെ മേടിക്കാവുള്ളൂ, പടക്കം മേടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഷൂട്ട് പാക്കപ്പ് ചെയ്തു. കേക്ക് കൊണ്ടുവന്ന് ഈ നമ്മുടെ സണ്ണിയുടെ അംബാസഡർ കാറ്, അത് ആക്ച്വലി ഈ സുനിലിൻ്റെ കാറാണ്. അതിൻ്റെ മുകളിൽ കേക്ക് വെക്കുന്നു, സുനിൽ കട്ട് ചെയ്യുന്നു, സമീറിന് കേക്ക് കൊടുക്കുന്നു, ദുൽഖറിന് കൊടുക്കുന്നു, എനിക്ക് തരുന്നു. അപ്പം തന്നെ മുകളിലേക്ക് പൂത്തിരികൾ പോകുന്നു. ഹാപ്പി ബർത്ത്ഡേ ആണല്ലോ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കാതെ പടക്കം കൂടെ പൊട്ടിച്ചു. സമീറിൻ്റെ മുഖം മാറി, എൻ്റെയും മുഖം മാറി. ഞാനിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം ജാസി വന്നിട്ട് ഇക്ക എനിക്ക് 4000 രൂപ തന്നു. ഞാൻ പടക്കവും പൂത്തിരിയും കേക്കും സഹിതം 3000 രൂപയിൽ തീർത്തിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. ഇതിലും ഭേദം നീ എന്നെ കൊല്ലുകാരെന്ന് പറയുമായിരുന്നു എനിക്ക് തോന്നിയത്. വിമൽദായുടെ ഗ്രാമത്തിൽ നിന്ന് ഇവർ പോയതിന് ശേഷം ഇവരുടെ ഒരു യാത്രയുടെ താഴ്വാരം എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പല പല കട്ട്സാണ്. ഇവരുടെ ഒരു ലോങ് ട്രാവൽ, അതായത് ഒരു അതിർത്തി കടന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ഒരു വേറൊരു ജോഗ്രഫിയിലേക്ക് ഇവർ കടക്കുന്നതിൻ്റേതായിട്ടുള്ള കുറേയധികം വിഷ്വൽസാണ് നമ്മൾ ആ പാട്ടിൽ കാണുന്നത്. ആക്ച്വലി ഇവിടെയാണ് ഒരു എഡിറ്ററിൻ്റെ ഒരു കരവിരുത് നമുക്ക് അറിയാൻ പോകുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ശ്രീകർ പ്രസാദാണ് എഡിറ്റർ. നാഷണൽ അവാർഡുകളൊക്കെ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഈ പാട്ടിൽ, താഴ്വാരം പാട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന പല ഷോട്ടുകളും ആക്ച്വലി നമ്മൾ പല സ്റ്റേറ്റുകളിൽ, പല ദിക്കുകളിൽ, പല കൾച്ചറുകളിൽ ഒക്കെ എടുത്തതിനെ പുള്ളി അത് കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പ്രേക്ഷകനും നമുക്കും എല്ലാം സമർപ്പിക്കുമായിരുന്നു. ഇതിനു മുന്നേ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളുടെയും ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ചില ഏരിയകളിലുണ്ടല്ലോ ഒരു യാത്രികൻ്റെ പല പല നിമിഷങ്ങളും പല പല മൊമെൻറ്റ്സും ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഈ ലൊക്കേഷൻ കഴിഞ്ഞു പോകുന്ന സ്ഥലത്ത് ഷൂട്ട് ചെയ്തത് പോലും ഇവിടേക്ക് കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാസിയും സുനിയും കാടും മലയും വനങ്ങളും കടൽ തീരങ്ങളും നഗരവും ഗ്രാമവും ഒക്കെ കടന്ന് ഒരു മരുഭൂമി എന്നല്ല, ഒരു ബാരൻ ലാൻഡിലേക്ക് വരികയാണ്. ഭയങ്കര റഗ്ഡായിട്ടുള്ള, ഡസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാഘവൻ്റെ പങ്ചർ കടയുടെ ആ സ്പേസിലേക്കാണ് അവരുടെ യാത്ര. നമ്മൾ സിനിമയിലത് ബംഗാൾ ടു ആസാം യാത്രക്കിടയിലാണ് അത് കാണിക്കുന്നത്.